യൂറോപ്യൻ രാജ്യങ്ങളിൽ തുടരുന്ന കടുത്ത ഉഷ്ണതരംഗം ആഗോള വിപണിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്നു. റെക്കോർഡ് ചൂടിൽ വലയുന്ന യൂറോപ്പിൽ തണുപ്പിക്കാനുള്ള സംവിധാനങ്ങൾക്കായി ജനങ്ങൾ നെട്ടോട്ടമോടുമ്പോൾ അതിന്റെ സാമ്പത്തിക നേട്ടം മുഴുവൻ സ്വന്തമാക്കുന്നത് ചൈനീസ് കമ്പനികളാണ്. യൂറോമോണിറ്റർ ഇന്റർനാഷണൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം യൂറോപ്പിലെ എയർ കണ്ടീഷണർ വിപണിയുടെ 32% നിലവിൽ 3 പ്രമുഖ ചൈനീസ് കമ്പനികളുടെ കൈപ്പിടിയിലാണ്. വർദ്ധിച്ചുവരുന്ന ആവശ്യകത മുന്നിൽക്കണ്ട് ഹോം അപ്ലയൻസ് രംഗത്തെ പ്രമുഖരായ മീഡിയ സെക്കൻഡിൽ 6 എസികൾ വരെ നിർമ്മിക്കാൻ ശേഷിയുള്ള പുതിയ ഓട്ടോമേറ്റഡ് സ്മാർട്ട് ഫാക്ടറി പ്രവർത്തനസജ്ജമാക്കിയിട്ടുണ്ട്. കണക്കുകൾ പ്രകാരം 2026 ആദ്യ പകുതിയിൽ മാത്രം ചൈനയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള എസി കയറ്റുമതി 43.2% വർദ്ധിച്ച് $376 കോടി. ഇതിൽ പോർട്ടബിൾ എസികളുടെ കയറ്റുമതിയിൽ 70% കുതിപ്പാണ് രേഖപ്പെടുത്തിയത്. കുറഞ്ഞ വിലയും എളുപ്പത്തിലുള്ള ഉപയോഗവുമാണ് ചൈനീസ് ഉൽപ്പന്നങ്ങളെ യൂറോപ്യൻ ഉപഭോക്താക്കൾക്കിടയിൽ പ്രിയങ്കരമാക്കുന്നത്. യൂറോപ്പിലെ വീടുകളിൽ 20%-ൽ താഴെ മാത്രമാണ് നിലവിൽ എസി സൗകര്യമുള്ളത്. ഇതും പെട്ടെന്നുണ്ടായ ഡിമാൻഡിന് കാരണമായിട്ടുണ്ട്. എസിക്കു പുറമെ ചെറിയ ഫാനുകൾക്കും കൂളിംഗ് ഹാർഡുകൾക്കും വിപണിയിൽ വൻ ഡിമാൻഡാണ്. ഈ വിപണി അവസരം പ്രയോജനപ്പെടുത്താൻ ഇന്ത്യൻ കമ്പനികളും ശ്രമം തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഗുണനിലവാര മാനദണ്ഡങ്ങളും വിലയിലെ വ്യത്യാസവും ഇന്ത്യൻ കമ്പനികൾക്ക് വെല്ലുവിളിയാണ്.